ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ വെടിയുതിർത്തതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ശക്തമാകുന്നു. ഇറാന്റെ തുറമുഖങ്ങളിൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് മേഖലയിൽ ഇറാൻ വീണ്ടും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കാനുള്ള തീരുമാനം ഇറാൻ ഭരണകൂടം പെട്ടെന്ന് തന്നെ റദ്ദാക്കുകയും കപ്പലുകൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണം നടത്തുകയും ചെയ്തത്. അമേരിക്കയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഇറാൻ ഒരു കാരണവശാലും ശ്രമിക്കരുതെന്നാണ് ഇതിന് പിന്നാലെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷേ അവരുടെ ഭീഷണിക്ക് വഴങ്ങി ഉപരോധം പിൻവലിക്കാൻ അമേരിക്ക തയ്യാറാകില്ലെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഒമാന് വടക്ക് ഭാഗത്ത് വെച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ 2 ഗൺബോട്ടുകൾ യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാതെയായിരുന്നു ചരക്ക് കപ്പലുകൾക്ക് നേർക്ക് വെടിയുതിർത്തത്. ഇതിൽ 2 ഇന്ത്യൻ കപ്പലും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കാജനകമായിട്ടുള്ളത്. 2 ദശലക്ഷം ബാരൽ ഇറാഖി എണ്ണയുമായി പോയ സൂപ്പർ ടാങ്കറും ഒരു കണ്ടെയ്നർ കപ്പലുമാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത്. സംഭവത്തിൽ ആർക്കും തന്നെ പരിക്ക് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ഏറ്റവും അധികം വേദനയുണ്ടാക്കുന്ന വിഷയം തന്നെയാണ്. ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇറാൻ അംബാസഡറെ വിളിച്ചു വരുത്തി കടുത്ത ആശങ്ക തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി സോഷ്യൽ മീഡിയയിലൂടെ ശത്രുക്കൾക്ക് കടുത്ത മുന്നറിയിപ്പും ഈ സാഹചര്യത്തിൽ നൽകുന്നുണ്ട്. തങ്ങളുടെ നാവികസേന ശത്രുക്കൾക്ക് മേൽ പുതിയ കൈപ്പേറിയ തോൽവികൾ നൽകാൻ സജ്ജമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതിയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ധാരണയാകാതെ ഉപരോധം നീക്കില്ലെന്ന ട്രംപിന്റെ നിലപാട് തന്നെയാണ് ഇറാനെ സംബന്ധിച്ച് ഏറെ പ്രകോപനം സൃഷ്ടിച്ചത്. കടലിടുക്ക് അടച്ച നടപടി ആഗോള ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാക്കുമെന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് കരുതി എണ്ണവില കുറഞ്ഞു തുടങ്ങിയതായിരുന്നു. എന്നാൽ പുതിയ ആക്രമണങ്ങളോടെ വിപണി വീണ്ടും അസ്ഥിരമായി മാറിയിരിക്കുന്നു. 8 ടാങ്കറുകൾ കടലിടുക്ക് കടന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ വീണ്ടും പാതയടച്ചത്. അമേരിക്കൻ സൈനിക നീക്കങ്ങളും മേഖലയിൽ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഉപരോധം ലംഘിച്ചെത്തുന്ന 23 കപ്പലുകളോട് തിരികെ തുറമുഖങ്ങളിലേക്ക് പോകാനായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇറാൻ ബന്ധമുള്ള കപ്പലുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ അമേരിക്കൻ സൈന്യം പിടിച്ചെടുക്കാനുള്ള സാധ്യതയും ഉയരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.